എല്ലാവർക്കും നമസ്കാരം. ഇന്ന് +1 സോഷ്യോളജിക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ +1 സോഷ്യോളജി പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യോളജിയിലെ ചാപ്റ്റേഴ്സിനെ കുറിച്ചാണ്. ചാപ്റ്റേഴ്സ് മാത്രമല്ല, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിലബസും ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിലെ തന്നെ എത്ര ചാപ്റ്റർ ആണ്, ഏതൊക്കെ ചാപ്റ്റർ ആണ്, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ, ഏകദേശം വെയിറ്റേജ് ഒക്കെ എത്രയാണെന്നുള്ള ഒരു ഏകദേശം ഒരു രൂപരേഖ തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ബ്ലൂ പ്രിന്റ് ഇല്ലേ, യെസ്, ഇന്ന് +1 സോഷ്യോളജിയുടെ ബ്ലൂ പ്രിന്റ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചാപ്റ്റർ നെയിം പഠിക്കാം. ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. +1 ആണ് ഇത്, +1 സോഷ്യോളജി. +1 സോഷ്യോളജിയിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സിന്റെ പേര് എന്തൊക്കെയാണെന്നൊക്കെ ആർക്കെങ്കിലും ഒക്കെ കൺഫ്യൂഷനോ മറവിയോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഴുവനായിട്ടൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യോളജി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലെ. സമൂഹശാസ്ത്രവും സമൂഹവും എന്ന് നമ്മൾ മലയാളത്തിൽ പഠിക്കുന്ന കുട്ടികൾ എന്താ ആ ചാപ്റ്ററിന് പറയുന്നത്? സമൂഹശാസ്ത്രവും സമൂഹവും എന്ന് പറയുന്ന സോഷ്യോളജി എന്താണെന്നും അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, പിന്നെ നമ്മൾ പറയാറുണ്ട് അല്ലെ, സോഷ്യോളജിയുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തുന്ന ഒക്കെ ഒരു ചാപ്റ്റർ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബേസിക് ടേംസ്, കൺസെപ്റ്റ്സ്, അതുപോലെ തന്നെ അതിന്റെ ഉപയോഗങ്ങൾ, സോഷ്യോളജിയിൽ അവ എവിടെ, എങ്ങനെ, എപ്പോഴാണ് ഉപയോഗിക്കുക, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇവിടെ പഠിപ്പിക്കുന്നുള്ളൂ. നമ്മളുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ആ ടേംസും കാര്യങ്ങളും കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ മാർക്കുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് പദങ്ങൾ, ഏതൊക്കെയാണ് ആശയങ്ങൾ, ഏതൊക്കെ കൺസെപ്റ്റുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സങ്കല്പങ്ങൾ ഏതൊക്കെയാണ് സോഷ്യോളജിയിൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതും ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിലബസ് പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നോക്കിക്കേ, നമ്മൾ എന്തൊക്കെയാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്നുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലെ. സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ പലതരം സ്ഥാപനങ്ങൾ നമുക്ക് അറിയണ്ടാവും. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളല്ല നമ്മളിവിടെ പഠിക്കുന്നത് അല്ലെ. നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവിടെ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണ്, ഏതൊക്കെ തരം സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പഠിക്കുന്നു എന്നൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാം. പിന്നെ കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ, സംസ്കാരം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലെ. സംസ്കാരം എന്ന് പറയുന്നത് കേരളീയ സംസ്കാരം, ഇന്ത്യക്കാരുടെ സംസ്കാരം, പാശ്ചാത്യരുടെ സംസ്കാരം, അങ്ങനെ നമ്മൾ ഈ വാക്ക് സ്ഥിരം നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അത് കൾച്ചർ സോഷ്യോളജിയിൽ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന സോഷ്യോളജിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് സോഷ്യലൈസേഷൻ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ചാപ്റ്ററാണ് നമ്മളുടെ 4ാമത്തെ ചാപ്റ്റർ, സംസ്കാരവും സാമൂഹീകരണം എന്നാണ് നമ്മുടെ മലയാളത്തിൽ ഈ ചാപ്റ്ററിന്റെ പേര് വരുന്നത്. ആൻഡ് ഡൂയിങ് സോഷ്യോളജി റിസർച്ച് മെത്തേഡ്സ്. അപ്പോൾ ഈ സോഷ്യോളജി പഠിക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും ഭാവിയിൽ റിസർച്ചേഴ്സ് ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയൊക്കെ സോഷ്യോളജി ഒരു കോമ്പിനേഷൻ ആക്കിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ സോഷ്യോളജിയിലെ നമ്മളുടെ തന്നെ ഏറ്റവും വലിയ സ്കോപ്പിൽ ഒന്നായിട്ട് കിടക്കുന്നത് എന്താണ്, നമ്മുടെ റിസർച്ച് തന്നെയാണ്. അപ്പോൾ അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ +1 നിന്ന് തന്നെ പഠിച്ചു തുടങ്ങുന്നുണ്ട്. അതാണ് ഡൂയിങ് റിസർച്ച്. ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിന്റെ മെത്തഡോളജി, സോഷ്യോളജി ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു തരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ വന്നിട്ടുള്ളത്. അതിനുശേഷം സോഷ്യൽ സ്ട്രക്ചർ, സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് സോഷ്യൽ പ്രോസസ് ഇൻ സൊസൈറ്റി. എന്തൊക്കെയാണ് സാമൂഹിക ഘടനകൾ, എന്താണ്, എങ്ങനെയാണ് സമൂഹത്തിന്റെ ഘടന കിടക്കുന്നത്, അതിനകത്തുള്ള ശ്രേണീകരണങ്ങൾ, അതായത് സ്ട്രാറ്റിഫിക്കേഷൻസിനെ കുറിച്ചും അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രക്രിയകളെ കുറിച്ച്, സാമൂഹിക പ്രക്രിയകളെ കുറിച്ച്, സോഷ്യൽ പ്രോസസ്സിനെ കുറിച്ചും പറയുന്ന ചാപ്റ്ററാണ് നമ്മളുടെ 6ാമത്തെ ചാപ്റ്റർ. അപ്പോൾ സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ ഓർഡർ ഇൻ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി. 7ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞു, സമൂഹത്തിന്റെ ഘടനയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ 7ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അതിലൂടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് സമൂഹത്തിൽ വന്നിട്ടുള്ളത്. അതിപ്പോ റൂറൽ ഏരിയ, അതായത് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും അർബൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നഗരപ്രദേശങ്ങളിലാണെങ്കിലും ഒക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്നൊക്കെ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് 7ാമത്തെ ചാപ്റ്റർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതേസമയം തന്നെ ഒരുപാട് മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യനും വരാറില്ല, 8 മാർക്കിന്റെ എസ്സേ ഒക്കെ വരാറില്ല. നിങ്ങൾക്ക് ആസ്വദിച്ച് ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റി, പരിസ്ഥിതിയും സമൂഹവും അല്ലെ. 8ാമത്തെ ചാപ്റ്ററാണ്. വളരെ ഈസി ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ ഇഷ്ടമായിരിക്കും ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഒരു കണ്ടന്റ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അതിനുശേഷം 9ാമത്തെയും 10ാമത്തെയും ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. കാരണം സോഷ്യോളജിയിൽ തിയറി ഇല്ലാതെ, അത് ക്ലാസിക്കൽ തിയറി ആയാലും മറ്റു തിയറികളൊക്കെ ആയാലും, നിങ്ങൾ ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോകുന്ന സമയത്ത് തിയറിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് അത് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ആ തിയറികൾ വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റിനെയും അതുപോലെ തന്നെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിനെയും, ആരൊക്കെയാണ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ്,
സോഷ്യോളജിസ്റ്റ്, അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകൾ, ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, സോഷ്യോളജിയെ നമ്മളുടെ സബ്ജക്ട് നിലവാരത്തിലേക്ക് മാറ്റിയത് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിനെ വളർത്തി വലുതാക്കിയ സോഷ്യോളജിസ്റ്റുകളെ കുറിച്ച് പറയുന്ന അവരുടെ വർക്കിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. 9ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റിനെയാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ 10ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇന്ത്യയിലെ സോഷ്യോളജിസ്റ്റുകൾ, ഇന്ത്യയിലെ സമൂഹ ശാസ്ത്രജ്ഞർ ആരൊക്കെയാണെന്നാണ് നമ്മൾ 10ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ പേരെന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. ഓരോ ചാപ്റ്ററും ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെയധികം പ്രാധാന്യമുള്ള ചാപ്റ്റേഴ്സാണ് 10 ചാപ്റ്റേഴ്സും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൂടെ ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ചാപ്റ്ററിന്റെ പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പുറമോടി കണ്ടിട്ട് കാര്യമില്ലല്ലോ അല്ലെ. നമുക്ക് സിലബസ് എന്താണെന്നുള്ളത് കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ 1ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇത് നിങ്ങൾ നോക്കണ്ട, അത് നമ്മളുടെ ഇതിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, സോഷ്യോളജി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന 1ാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നതാ, നമ്മൾ സൊസൈറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടും കളക്റ്റീവ്സ് ആയിട്ടും പ്ലൂറൽ പെർസ്പെക്റ്റീവിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യോളജിയുടെ എമർജൻസ് ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. നേച്ചർ ആൻഡ് സ്കോപ്പ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നേച്ചർ ആൻഡ് സ്കോപ്പ് എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അധികം ചോദിക്കാറുണ്ട്, പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. അപ്പോൾ സോഷ്യോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിസിപ്ലിൻ, സോഷ്യോളജി എങ്ങനെയാണ് മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് ഇടപഴകിയിരിക്കുന്നത്, അത് എങ്ങനെയാണ് ഇന്റർ റിലേഷൻസ്, അതായത് മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് എങ്ങനെ അവ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പഠിക്കുന്ന ഒരു പോർഷനും കൂടെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുണ്ട്. അതിനുശേഷം 2ാമത്തെ ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് ഒരുപാട് മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടടാ, സോഷ്യൽ ഗ്രൂപ്പ്സ് പഠിക്കാനുണ്ട്, സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്താന്ന് പഠിക്കാനുണ്ട്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു ചാപ്റ്റർ ആയിട്ട്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഒരു ചാപ്റ്ററിന്റെ ടൈറ്റിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൂടാതെ ഈ ചാപ്റ്ററിൽ ഒരു ചെറിയൊരു ഭാഗം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ സോഷ്യൽ കൺട്രോൾ, എങ്ങനെയാണ് നമ്മൾ സമൂഹത്തെ നിയന്ത്രിക്കുന്നത്, സാമൂഹിക നിയന്ത്രണം എങ്ങനെയാണെന്ന് പറയുന്ന സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോർഷനും ഈ ഒരു ചാപ്റ്ററിലുണ്ട്. അതായത് ഇതാണ് യൂണിറ്റ് 1ഉം അതുപോലെ തന്നെ യൂണിറ്റ് 2. നമുക്ക് ഇൻട്രൊഡ്യൂസിങ് സോഷ്യോളജി എന്ന് പറയുന്ന പാർട്ട് 1 ആയിട്ടാണ് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് വരുന്നത്. നമുക്ക് ഒറ്റ ടെക്സ്റ്റ് ബുക്കേ ഉള്ളെങ്കിലും നമ്മൾ 2 പാർട്ടായിട്ടാണ് പൊതുവേ പറയുന്നത്. അതിൽ നമ്മൾ സോഷ്യോളജിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 1ാമത്തെ പാർട്ടിലെ ആദ്യത്തെ 2 യൂണിറ്റുകളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഏതൊക്കെയാണ്? സോഷ്യോളജി ആൻഡ് സൊസൈറ്റി, അതുപോലെ തന്നെ അതിന്റെ ബേസിക് കൺസെപ്റ്റ്സ് കേട്ടോ. ഇനി അതേപോലെ തന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പറഞ്ഞു, സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, സാമൂഹിക സ്ഥാപനങ്ങൾ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇതിൽ തന്നെ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഉണ്ട്, കിൻഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്, റിലീജിയനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് കൂടെ നമ്മൾ മാരേജും പഠിക്കുന്നുണ്ട് കേട്ടോ, മാരേജും ഉണ്ട്. മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത കൾച്ചർ ആൻഡ് സൊസൈറ്റി, സംസ്കാരവും സമൂഹവും അല്ലെങ്കിൽ സംസ്കാരവും സാമൂഹീകരണവും കേട്ടോ, സോഷ്യലൈസേഷൻ. ഓക്കെ, കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കൾച്ചർ എന്താണ്, വാല്യൂസ് ആൻഡ് നോംസ് എന്താണ്, ഷെയർഡ് ആൻഡ് പ്ലൂറൽ കോണ്ടസ്റ്റുകളിലൊക്കെയുള്ള ഇത്തരം കോണ്ടസ്റ്റുകളിലൊക്കെയുള്ള കൾച്ചറിനെ കുറിച്ചും വാല്യൂസിനെ കുറിച്ചും ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അധികം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൾച്ചറുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസും അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ, അവിടെ മറ്റു കാര്യങ്ങൾ, കൺഫോമിറ്റി, കോൺഫ്ലിക്റ്റ് ആൻഡ് ഷേപ്പിംഗ് ഓഫ് പേഴ്സണാലിറ്റി. അപ്പൊ ഈ ആസ്പെക്ട്സിൽ വരുന്ന സോഷ്യലൈസേഷൻ എങ്ങനെയാണ് ഒരാളെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്, അതായത് എന്തൊക്കെയാണ് അതിന്റെ ഏജൻസീസ്, വിവിധ തരം ഏജൻസീസ് ഏതൊക്കെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഭാഗമാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ 1ാമത്തെ യൂണിറ്റിൽ നമുക്കിപ്പോൾ 5ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഡൂയിങ് സോഷ്യോളജി, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്, എന്തൊക്കെ ടെക്നിക്സും മെത്തേഡും ഉപയോഗിച്ചാണ് നമ്മൾ സോഷ്യോളജി പഠിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ടൂൾസ് ആൻഡ് ടെക്നിക്സ് പഠിക്കാനുണ്ട്. അതായത് ഒബ്സർവേഷൻ, സർവേ, ഇന്റർവ്യൂ പോലത്തെ ടൂൾസും ടെക്നിക്സും പഠിക്കാനുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഫീൽഡ് വർക്ക്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ചാപ്റ്ററിൽ. ഫീൽഡ് വർക്ക്, സോഷ്യോളജിയിൽ ഫീൽഡ് വർക്കിന്റെ പ്രാധാന്യവും അത് ചെയ്ത ആളുകളും
ഫീൽഡ് വർക്കിലൂടെ സോഷ്യോളജിയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണിത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പാർട്ടിൽ നമുക്ക് ഒന്നാമത്തെ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും 5 ഇങ്ങനെയൊക്കെ നമ്മൾ 2 പാർട്ടുകളിലായിട്ടാണ് പറയാറുള്ളത്. ഏകദേശം ഈ ഒന്നാമത്തെ പാർട്ട് മുഴുവനായിട്ടും നമുക്ക് ഓണം എക്സാം ഒക്കെ ആകുമ്പോഴേക്കും വരും. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ടതുണ്ടായിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് യൂണിറ്റിലേക്ക് കടക്കാം. അതായത് സെക്കൻഡ് പാർട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ പ്രോസസ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഇതായിരുന്നു ചാപ്റ്ററിന്റെ പേര്. എന്തൊക്കെയാണ് സാമൂഹിക ഘടന അല്ലെ? സാമൂഹിക ഘടന. ഓക്കെ, സാമൂഹിക ഘടന എന്താണ്? ഓക്കെ, സാമൂഹിക ഘടനയെ കുറിച്ചും അതുപോലെ തന്നെ സാമൂഹിക പ്രക്രിയയെക്കുറിച്ചും ഒക്കെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ സാമൂഹിക പ്രക്രിയയിൽ കോപ്പറേഷൻ, സഹകരണം, കോമ്പറ്റീഷൻ, മത്സരം, കോൺഫ്ലിക്റ്റ്, സംഘർഷം, ഇതൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ഈ കൺസെപ്റ്റുകളൊക്കെ ഇതുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ സാമൂഹിക ശ്രേണീകരണത്തിൽ ക്ലാസ്, കാസ്റ്റ്, റേസ്, ജെൻഡർ, ഇതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ടേമുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച്, സാമൂഹിക ഘടനയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ സോഷ്യൽ ചേഞ്ചിന്റെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? സാമൂഹിക മാറ്റങ്ങളെ കുറിച്ച്, ഏതൊക്കെ സമൂഹങ്ങളിൽ, ഗ്രാമ നഗര പ്രദേശങ്ങളിലുള്ള സാമൂഹിക മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ ഉണ്ട്. ഇതിൽ സെക്കൻഡ് ചാപ്റ്റർ. ഇവിടെ നമുക്ക് എന്താണ് സോഷ്യൽ ഓർഡറും അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ചസിനും കാരണമായിട്ടുള്ള അതിന് ഏതൊക്കെ ടൈപ്പ് സോഷ്യൽ ചേഞ്ചുകൾ എന്താണ്, അതിന്റെ ഡൈനാമിക്സ് എങ്ങനെയാണ്, അത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ദെൻ ഡോമിനേഷൻ, അതോറിറ്റി ആൻഡ് ലോ, ഈ ഒരു കൺസെപ്റ്റുകളൊക്കെ, ഡോമിനേഷൻ, അതോറിറ്റി, ലോ, അങ്ങനത്തെ കുറെ കൺസെപ്റ്റുകൾ, ക്രൈം ആൻഡ് വയലൻസ്, ഇത്തരം ചെറിയ ചെറിയ കൺസെപ്റ്റുകളും നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റൂറൽ സൊസൈറ്റിയിലും അർബൻ സൊസൈറ്റിയിലും വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നൊക്കെ ആണ് ഈ ഒരു ചാപ്റ്ററിൽ പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ദെൻ ഞാൻ പറഞ്ഞു സെക്കൻഡ് പാർട്ടിലെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റി ആണ്. ഈ ഭാഗത്ത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എസ്എ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരാറുള്ള ഒരു ചാപ്റ്റർ കൂടെയാണ്. അപ്പൊ ഇവിടെ എക്കോളജി എന്താണെന്നുള്ളത് മുതൽ ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യ ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. പിന്നീട് എന്തൊക്കെയാണ് എൻവയോൺമെന്റൽ ക്രൈസിസ്, എന്തൊക്കെയാണ്, അതിനെങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ വെസ്റ്റേൺ സോഷ്യൽ തിങ്കേഴ്സിന്റെ ചാപ്റ്ററിലേക്ക് എത്തി. അവിടെ നമുക്ക് കാൾ മാക്സിന്റെ തിയറികളാണ് പഠിക്കാനുള്ളത്. കാൾ മാക്സിന്റെ കുറിച്ച് ആദ്യം നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ക്ലാസ് കോൺഫ്ലിക്റ്റും മറ്റു കാര്യങ്ങളും മറ്റു പുസ്തകങ്ങളുടെ പേരൊക്കെയാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എമിലി ദുർഖിമിനെ ഡിസ്കസ് ചെയ്യാനുണ്ട്, ഡിവിഷൻ ഓഫ് ലേബർ, ഈ ഒരു പോർഷനും പിന്നെ നമ്മൾ മറ്റു വർക്കുകളും മറ്റു ഏരിയയൊക്കെ ആ ഒരു ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നീട് നമ്മളുടെ അടുത്ത തിങ്കർ ആയിട്ടുള്ള മാക്സ് വെബറിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇന്ത്യൻ സോഷ്യോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജി ആരാണെന്നുള്ളത് കമന്റ് ചെയ്യുക, അറിയുന്ന ആളുകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് GS ഘുരെ എന്ന് പറയുന്ന ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. DP മുഖർജി എന്ന് പറയുന്ന ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ AR ദേശായി എന്ന് പറയുന്ന ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിനെ കുറിച്ചും, പിന്നെ MN ശ്രീനിവാസ്, ഇദ്ദേഹമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ തിങ്കേഴ്സ് ആണ്. സോഷ്യോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ തിങ്കേഴ്സ് ആണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ ലാസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ് എങ്ങനെയുള്ളതാന്നുള്ളത്. അതായത് ഒന്നില് വെസ്റ്റേൺ തിങ്കേഴ്സ്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ വർക്ക്, അവരുടെ ഏരിയ ഓഫ് സ്റ്റഡി, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്, അത്രയും കാര്യങ്ങളാണ് 9ാമത്തെ ചാപ്റ്ററിലെങ്കിൽ സെയിം അതേപോലെ തന്നെ കുറച്ച് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിനെ പരിചയപ്പെടുന്ന ചാപ്റ്ററാണ് നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ. അപ്പൊ ഇതാണ് നമ്മളുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ സിലബസ് എന്ന് പറയുന്നത്. ചാപ്റ്ററിന്റെ പേരും സിലബസും അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഏകദേശം ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു. അതായത് ഏകദേശം വെയിറ്റേജ് ആണ് ഇത്, നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. ഏകദേശം ഒരു വെയിറ്റേജ്, ഈ ഒരു രീതിയിലാണ് മിക്കവാറും ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ സോഷ്യോളജി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന 1ാമത്തെ ചാപ്റ്ററിന് എത്രയാണ് 7 മാർക്കോളം വെയിറ്റേജ് വരാറുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിന് 9 മാർക്കോളം വെയിറ്റേജ് വരാറുണ്ട്. ഇത് കറക്റ്റ് ആണ്, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് 2ാമത്തേത്. ദെൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 8 മാർക്കോളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷനിലും 8 മാർക്കോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ദെൻ റിസർച്ച് മെത്തഡോളജിയിലും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുന്നത് പബ്ലിക് എക്സാമിന്റെ കാര്യമാണ് കേട്ടോ.
ആ ഒരു സമയമാകുമ്പോഴേക്കുള്ളതാണ്. ദെൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സ്ട്രാറ്റിഫിക്കേഷനും 8 മാർക്കാണ്. 7ാമത്തെ ചാപ്റ്ററിനും 8 മാർക്കാണ്. നെക്സ്റ്റ് എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റി 7 മാർക്കോളം ക്വസ്റ്റ്യൻസ് ആണ്. 7 അല്ല 7, 8 ഒക്കെ ഇതിൽ വരാറുണ്ട് കേട്ടോ. ഇൻട്രൊഡ്യൂസിങ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റിൽ നിന്നും 9 മാർക്കോളം ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിൽ നിന്നും 8ഓളം മാർക്കിന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ഇത് ഏകദേശം നമ്മൾ പബ്ലിക് എക്സാം ഒക്കെ ആകുമ്പോഴേക്കും മുഴുവൻ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഉള്ള ഒരു വെയിറ്റേജ് ആണ്. ഇപ്പൊ ആദ്യം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്താണ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിന് തന്നെ, നമ്മളുടെ ആദ്യത്തെ എക്സാമുകൾക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് പാർട്ടിന് തന്നെ പ്രാധാന്യം കൊടുക്കുക. ഇവിടെ നിന്ന് ഈ 2ാമത്തെ ചാപ്റ്ററും ഇതൊക്കെ ഏകദേശം എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ എക്സാം ഒക്കെ അടുക്കുമ്പോഴേക്കും, ഓരോ എക്സാം അടുക്കുമ്പോഴേക്കും അതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ചാനലിൽ വീണ്ടും കാണാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഒരു തുടക്കക്കാരെന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോഷ്യോളജി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റൻഡഡ് റീഡിംഗ് ആണ്. കാരണം നമുക്ക് ഓർത്ത് വെക്കുക അല്ലെങ്കിൽ ടേംസ് ഇങ്ങനെ പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിരിക്കില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനും അതുപോലെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ തയ്യാറാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് തന്നെ 100 മാർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ 80 മാർക്കിലേക്ക് എത്രയാണോ ഓക്കെ ആ ഒരു മാർക്കിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് കൂടെയാണ്. റൈറ്റ്. അപ്പോൾ സോഷ്യോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഈസി ആയിട്ട് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ, വെറുതെ വായിച്ചു പോയാൽ നമുക്ക് ചിലപ്പോൾ ബോറിംഗ് ഒക്കെ ആയിട്ട് തോന്നും. നിങ്ങൾ അത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, അതായത് നോട്ട് തയ്യാറാക്കി അത്യാവശ്യം കുറച്ചുകൂടി ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് വായിച്ച് ഒരു എക്സ്റ്റൻഡഡ് റീഡിംഗ് ഒക്കെ നിങ്ങൾക്ക് അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ടേംസും കൺസെപ്റ്റുകളും ഒക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. പിന്നെ കുറെ കൂടെ നമുക്ക് എക്സാമ്പിൾസിലൂടെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടാവുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് +1 സോഷ്യോളജിക്കാരോട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സബ്ജക്റ്റും സിലബസും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേപോലെ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ തന്നെ ഫോളോ ചെയ്യുക. ഇതിലൂടെ മറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് മറ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.